പ്രിയ സുഹൃത്തുക്കളെ, നമ്മളിന്ന് കോരപ്പുഴയിലുള്ളത്. കോരപ്പുഴ രാത്രി മീനിനെ പിടിക്കാൻ വന്നതാണ്. മീനിനെ വല ഇട്ടിട്ടും പിടിക്കുന്നുണ്ട്, കുത്തി പിടിക്കുകയും ചെയ്യാന്നുള്ള കണ്ടീഷനിൽ. ഇത് കോരപ്പുഴയാണ്, കാണുന്നുണ്ടാവും. ഇത് നല്ല വേലിയേറ്റ സമയത്താണ് കോരപ്പുഴ പാലം. ഈ പുഴയിലാണ് നമ്മൾ തണ്ടാടി ഇടുന്നത്. തണ്ടാടിയിലെ വല ഇറക്കുന്ന പുഴ കേട്ടോ. കാണുന്നുണ്ടോ അറിയില്ല. അതാണ് നമ്മളെ കൂടെ ഒരാളും കൂടെ ഉണ്ട്. പിന്നെ അപ്പോൾ മൂപ്പരെ ഞാൻ കാട്ടിത്തരാം. മൂപ്പരവിടെ വേറെ ജോലിയിലാണ്. പ്രിയപ്പെട്ടവരെ, ഇതാണ് നമ്മുടെ വല കേട്ടോ. വല എന്ന് വെച്ചാൽ ഒരാൾക്ക് മേലെ കാലായുള്ള വലയാണ്. അതാണ് നമ്മളിന്ന് ഇറക്കാൻ പോകുന്നത്. കോരപ്പുഴയിൽ ഇറക്കാൻ പോകുന്ന വലയാണ് കേട്ടോ. ഇട്ടാൽ വേറെ വലയുണ്ട്, കാണിച്ചു തരാം. ഒരു വല ഇതാണ്. അതിൽ മീൻ അത്യാവശ്യം കുടുങ്ങുമെന്നാണ് വിചാരം. നോക്കാം, നമുക്ക് ഇറക്കിയിട്ട് നോക്കി നോക്കാം എന്താണ് മീൻ കിട്ടുന്നത് എന്നുള്ളത്. നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ കാണാം. പ്രിയപ്പെട്ടവരെ, അതുകൂടാതെ ഉള്ള അത്യാവശ്യം വലിയ മീനിനെ കുടുങ്ങുന്ന വല ആണ് കേട്ടോ. 2.5 വിരൽ ഉള്ള വല. ഇത് നമ്മളൊന്ന് കോരപ്പുഴയിൽ ഇറക്കി നോക്കുക, എന്താ സ്ഥിതി എന്നറിയാലോ. അത്യാവശ്യം വലിപ്പമുണ്ട്, അത്യാവശ്യം വലിപ്പം ഉള്ള വലയാണ്. വലിപ്പമുണ്ട്, വലിയ വല. വീശുവല ഇന്നിപ്പോൾ നല്ല വേലിയേറ്റ ആയതുകൊണ്ട് വീശുവല ഇറക്കുന്നില്ല. വല തന്നെ ഉണ്ടായതുകൊണ്ട് വല തന്നെ ഇറക്കി നോക്കട്ടോ. ബാക്കി പിന്നീടുള്ള കാഴ്ച കാട്ടിത്തരാം കേട്ടോ. നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ വേലിയേറ്റം കാട്ടിത്തരാം. അതാ നല്ല വേലിയേറ്റം കണ്ട. വെള്ളം വേലി എടുക്കുന്ന സമയമാണിപ്പോൾ. വേലി ഇറക്കവും ഏറ്റവും ഉണ്ടാവും. അപ്പോൾ വേലി ഇറക്കത്തിൽ വന്ന് വലട്ടത് വേലി കുറച്ച് സമയമാകുമ്പോൾക്ക് ഈ തണ്ട് വേലി കയറി അത് തിര അടിച്ച് കയറുന്ന സമയം കണ്ടോ. തിര വന്ന് കാലിലൊക്കെ വന്ന് പോയി. ഇത് നമ്മുടെ കടലാണതാ. നേരെ കടലിൽ നോക്കിയാൽ രാത്രി ആയതുകൊണ്ടാണ് കാണാൻ പ്രയാസമാണ്. പുഴയും കടലും കൂടിച്ചേരുന്ന അഴീക്കൽ ഭാഗത്തു നിന്നാണ് കേട്ടോ മീൻ പിടിക്കാൻ വന്നതാണ്. നല്ല വെള്ളം, നല്ല തിരയാണ്, അത്യാവശ്യം വെള്ളമുണ്ട്. കാലിനൊക്കെ മുറി പറ്റുന്ന സൈസ് കല്ലുമ്മൽ ഒരു തരം പായൽ, ഒരു തരം ഇതുണ്ട്. മുരു എന്നാണ് പറയുക. ചില നാട്ടിൽ, നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാറില്ല. മുരുവാണ് ഇതിൽ ഉള്ളത്. മുരുള്ളത് കൊണ്ട് കാല് മുറിയും, ഭയങ്കര പ്രയാസമാണ്. കഷ്ടപ്പെട്ട് വല ഇട്ടിട്ടുണ്ട്. എന്താ കിട്ടുന്ന പുഴയാണ് ഇതവിടെ. നല്ല മീൻ പിടിക്കുന്നിടത്ത് ബോട്ടുകാർ, തോണിക്കാരൊക്കെ ഉണ്ട് അവിടെ. ഓക്കെ, വല ഇട്ടിട്ട് നമ്മൾ സൈഡ് കയറി നിന്നതാണ്. വല ഇട്ടപ്പോൾ കൊതുക് ഇവിടെ സൈഡിലൊക്കെ ഭയങ്കര കൊതുക്, അതുപോലെ കടിക്കുന്ന കാര്യങ്ങളുണ്ട്. അതിന് മൂപ്പര് തീയിടാണ്. ഇതാണ് നമ്മുടെ ആലിക്കുട്ടിക്കാണ് ഇത്. മൂപ്പര് തീയിടാണ് കൊതുകിനെ പായിക്കാൻ. പുഴയാണ് ഇത് കോരപ്പുഴ തന്നെ. ഇപ്പുറത്ത് തീയിട്ടിട്ട് മൂപ്പര് ഇരിക്കാൻ രാത്രി വേണ്ടിയിട്ട് വലട്ടിരിക്കുന്നു. കാവൽ നോക്കാം. നമ്മൾ ആദ്യം തന്നെ വന്നു വല ഇറക്കി. അപ്പോൾ കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങൾ കാട്ടിത്തരട്ടോ. ഇത് നമ്മൾ എടുത്തിട്ട്, ഇതാണ് നമ്മളെ മീൻ കിട്ടിയത്. കുറച്ച് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ വലയിൽ കുറച്ച് ഫസ്റ്റ് പ്രാവശ്യം ഇറങ്ങിയപ്പോൾ ഇത് കോരപ്പുഴ
അഴീക്കൽ ഭാഗത്തു നിന്നാണ്. അഴീക്കൽ കടലും പുഴയും കൂട്ടിച്ചേരുന്ന സ്ഥലത്ത് ഇരുമീനുണ്ട്, കാരി ഇതുണ്ട്, വരട്ട, തിരുത എന്ന് പറയുന്ന സാധനം ഉണ്ട്. അതേപോലെ പ്രാച്ചി ഉണ്ട് കേട്ടോ, കുറച്ച് കിട്ടിയിട്ടുണ്ട്. ഒരു പ്രത്യേക പുല്ല് കത്തിച്ചാൽ കൊതുക് വരില്ല എന്നാണ് മൂപ്പര് പറയുന്നത്. അതുകൊണ്ട് മൂപ്പര് തീയിട്ടതാണ്. രാത്രി ഭയങ്കര കൊതുക്, ഒരു പ്രത്യേകതരം ചെടി കത്തിക്കാണ് ഒരു പുല്ല്, അത് കത്തിച്ചാൽ വരില്ല എന്ന് പറയുന്ന വളച്ചെടി പോലത്തെ സാധനം.